പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ പരിശുദ്ധ നാമം ഈ പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. സ്തുതിയോടും പ്രാർത്ഥനയോടും ആരാധനയോടും കൂടെ ഈ പ്രഭാതം നമുക്ക് ആരംഭിക്കാം. സ്നേഹതീരം പ്രയർ ഫാമിലി അതിരാവിലെ തിരുസന്നിധിയിൽ ബ്ലെസ്സിംഗ് ടുഡേ മോർണിംഗിൽ കൂടി വരുവാൻ സർവ കൃപാലുവായ ദൈവം ഒരുക്കിയ മഹൽ ഭാഗ്യത്തെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ രാത്രി ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങാത്തവനായി ഉറങ്ങാത്തവനായി നമ്മോട് കൂടെ ഇരുന്ന് നമ്മെ സൂക്ഷിച്ച പരിപാലിച്ച ഈ പ്രഭാതത്തിൽ ആരോഗ്യത്തോടെ ഉണർത്തിയ ബലപ്പെടുത്തിയ ദൈവത്തിന്റെ കൃപയ്ക്കായി കരുണയ്ക്കായി നന്ദിയോടെ നമുക്ക് ഒരുമിച്ച് സ്തോത്രം ചെയ്യാം. സ്തുതിക്കുന്നത് നേരുള്ളവർക്ക് ഉചിതമല്ലോ. സ്തുതികളിൽ മേൽ വസിക്കുന്നവനായ സർവശക്തനായ ദൈവം തന്റെ പുത്രന്റെ നാമത്തിൽ കൂടി വരുവാൻ അവിടുത്തെ ആത്മാവിനെ നമ്മുടെ മേൽ പകർന്ന് ഈ ഭൂമിയിൽ ആക്കി വെച്ചിരിക്കുന്ന ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായി നന്ദിയോടെ സ്തോത്രം. ബ്ലെസ്സിംഗ് ടുഡേ മോർണിംഗ് ഈ ശുഭപ്രഭാതത്തിൽ കർത്താവിൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എല്ലാവരെയും ഈ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്നേഹവന്ദനം. കർത്താവിന്റെ കൃപയാൽ നാം ഇന്ന് 2026 192 ദിവസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഇന്നലെ നമ്മെ കാത്ത ദൈവം ഇന്നും നമ്മെ കൈവിടാതെ ഈ പുതിയ പ്രഭാതത്തിലേക്ക് നടത്തിക്കൊണ്ടുവന്നിരിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് പറയാം, കർത്താവേ, ഈ ദിവസത്തിനായി നന്ദി, ഈ പ്രഭാതത്തിനായി നന്ദി, ഈ പകൽ നൽകിയ അവസരങ്ങൾക്കായി നന്ദി. അവിടുന്ന് ഞങ്ങളെ ആരോഗ്യത്തോടെ ബലത്തോടെ നിർത്തിയിരിക്കുന്ന കൃപയ്ക്കായി നന്ദി. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കായി നന്ദി, ഞങ്ങളുടെ മാതാപിതാക്കൾക്കായി നന്ദി, ഞങ്ങളുടെ ജീവിത പങ്കാളിക്കായി നന്ദി. അവിടുന്ന് നൽകിയിരിക്കുന്ന എല്ലാ നല്ല ദാനങ്ങൾക്കായി നന്ദി. അവിടുത്തെ അചഞ്ചലമായ സ്നേഹത്തിനായി നന്ദി. എല്ലാ അധരങ്ങളും തുറന്ന് നന്ദിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ട. സ്തുതികളിമേ വസിക്കുന്ന സർവശക്തനായ ദൈവം, ഓ ഈ പകൽ അവിടുത്തെ സാന്നിധ്യം നമ്മുടെ മേൽ പകരുകയാ. ഓ ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ എവിടെയിരുന്ന് ഈ ലൈവിൽ പങ്കുചേരുന്നവരായാലും ഈ നിമിഷം നിങ്ങളുടെ മനസ്സിനെ ദൈവസന്നിധിയിലേക്ക് തിരിക്കൂ. ഹല്ലേലൂയ. ഒരു നിമിഷം എല്ലാ ചിന്തകളും ഭാരങ്ങളും കർത്താവിന്റെ പാദങ്ങളിൽ വെച്ചിട്ട് പറയൂ, യേശുവേ, ഇന്ന് അവിടുന്ന് എന്നോട് സംസാരിക്കണമേ. ഈ പ്രഭാതത്തിൽ അവിടുത്തെ ആത്മാവിനെ എന്റെ മേൽ പകരണമേ. ഇന്ന് വെറുമൊരു ലൈവ് കൂടുവാനല്ല, കാണുവാനല്ല നാം വന്നിരിക്കുന്നത്, ദൈവത്തെ കണ്ടുമുട്ടാൻ, വചനം കേൾക്കാനാണ്, പരിശുദ്ധാത്മാവിനാൽ പുതുക്കപ്പെടാനാണ്, തകർന്ന ഹൃദയങ്ങൾ സൗഖ്യമാകുവാൻ,
നിരാശയ്ക്ക് പകരം പ്രത്യാശ നിറയുവാനും പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കുവാനും യേശുക്രിസ്തുവിന്റെ സാന്നിധ്യം നമ്മുടെ വീടുകളിൽ വെളിപ്പെടുവാനും നമുക്കൊരു മനസ്സോടെ ഈ ശുശ്രൂഷയിൽ പങ്കുചേരാം. ഇപ്പോൾ ഈ ലൈവിൽ പങ്കെടുത്തിരിക്കുന്ന എല്ലാവരും ഒരു കാര്യം ചെയ്യൂ, നിങ്ങളുടെ പേര് കമന്റിൽ എഴുതിക്കൊണ്ട് പറയൂ, കർത്താവേ ഞാൻ ഇവിടെയുണ്ട്. നിങ്ങളുടെ കുടുംബങ്ങളെയും സുഹൃത്തുക്കളെയും ഈ ലൈവിലേക്ക് ക്ഷണിക്കൂ. ഇന്നത്തെ വചനം ഒരാളുടെ ജീവിതം മാറ്റിമറിയാൻ ദൈവം ഉപയോഗിക്കും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിച്ച് ഇന്നത്തെ ആരാധനയും വചന ശുശ്രൂഷയും ആരംഭിക്കാം. ഇപ്പോൾ ഷീജ ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കും. Amen, Jesus. Hallelujah. നന്ദി കർത്താവേ, പരിശുദ്ധാത്മാവേ നന്ദി. Thank you, Lord Jesus. Praise the Lord. Hallelujah. Oh, Amen. Amen. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടതിനായി ഇരു കരങ്ങളും അടിച്ച് നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്താൽ മരിച്ചവരും മൗനതയിലായിരിക്കുന്ന ആരും യഹോവയെ സ്തുതിക്കാതിരിക്കുമ്പോൾ ജീവനുള്ള ദൈവത്തെ സ്തുതിക്കുവാൻ കൃപ ലഭിച്ച ദൈവമക്കളെ, ഇന്ന് നന്ദിയോടെ നമുക്ക് ഒരുമിച്ച് കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. Thank you, Lord. Hallelujah. 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 അല്പസമയാന്തരങ്ങളെ തുറന്ന് നന്ദിയോടെ ദൈവത്തെ സ്തുതിച്ചാണ്. Hallelujah, 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 hallelujah. Juda baba 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 rakabanagadega sial kabanaga santere athura daga samba praudamana diganaga ora kaba baba baba shantere kinise. Hallelujah. ഓ നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ, പരിശുദ്ധനേ നന്ദി 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 നന്ദി, ആരാധനയ്ക്ക് യോഗ്യനേ നന്ദി 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 നന്ദി. ഓ റക ബബ 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 ശബ ബബ ബബ റക ബബ ബബ ജൂഡവനഗദനഗദനഗ സിയാൽ കബാനഗദനഗ സംബ പ്രൗഢവനാദികൾ കബനഗ. Hallelujah, 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 hallelujah. ഓ രക്തം ചെയ്യം, രക്തം ചെയ്യം, രക്തം ചെയ്യം, രക്തം ചെയ്യം, രക്തം ചെയ്യം. Hallelujah, hallelujah, hallelujah. പ്രിയ ദൈവമക്കളെ, പരിശുദ്ധാത്മാവിന്റെ നിറവിനായുള്ള ആമേൻ പ്രാർത്ഥനയാണ്. ആമേൻ. നാം കേൾക്കാൻ പോകുന്ന ഗാനത്തിന്റെ ഓരോ വരിയും ഹൃദയത്തിൽ നിന്നുകൊണ്ട് ഏറ്റു പറയാം, കർത്താവേ എന്റെ ജീവിതം അങ്ങയുടെ ആലയമാകട്ടെ എന്ന സമർപ്പണത്തോടെ നമുക്ക് ഒരുമിച്ച് ആരാധിക്കാം. പരിശുദ്ധാത്മാവേ നിറഞ്ഞിടണമേ, എൻ ഹൃദയം പുതുക്കിടണമേ. യേശുവിനായി ഞാൻ ജീവിച്ചിടാം, സാക്ഷിയായി ഞാൻ നിന്നിടാം. വചനദീപം തെളിഞ്ഞിടട്ടെ, വിശ്വാസജാല കത്തിടട്ടെ. ഭയമൊക്കെയും മാറിപ്പോകട്ടെ, ധൈര്യത്തോടെ ഞാൻ മുന്നേറട്ടെ. കൃപയാൽ എന്നെ നടത്തിടണേ, ശക്തിയാൽ എന്നെ നിറച്ചിടണേ. എൻ ജീവിതം അങ്ങയ്ക്കായി. ഹല്ലേലൂയ. ഉയർത്തിടാം യേശുനാമം, വാഴ്ത്തിടാം യേശുനാമം.
ചേർന്ന് പാടി നമുക്ക് ഒരുമിച്ച് നമ്മുടെ കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ ഇറങ്ങി വരണമേ, എൻ ഹൃദയം നിറച്ചിടണമേ. യേശുവിനെ വെളിപ്പെടുത്താൻ എൻ ജീവിതം ഉപയോഗിക്കണമേ. തീ പോലെ എന്നിൽ ജ്വലിക്കണമേ, ജീവനദിയായി ഒഴുകണമേ. എൻ ചിന്തയും എൻ വാക്കുകളും നിനക്കായി മാത്രം വിശുദ്ധമാകണമേ. എൻ കൈകൾ അങ്ങേക്കായി ഉയരട്ടെ, എൻ ഹൃദയം നിനക്കായി തുറക്കട്ടെ. എൻ നാളുകൾ എല്ലാം കർത്താവേ നിന്റെ മഹത്വം പാടിടട്ടെ. ക്രൂശിൻ സ്നേഹം നിറഞ്ഞൊഴുകട്ടെ, കൃപയുടെ വെളിച്ചം പറന്നിടട്ടെ. എൻ നടപ്പിലും എൻ ജീവിതത്തിലും ക്രിസ്തു മാത്രം കാണപ്പെടട്ടെ. ഹല്ലേലൂയ ഉയർന്നിടട്ടെ, ആരാധന നിനക്കായി ഉയരട്ടെ. യേശുവേ നീയേ എൻ നിത്യപ്രത്യാശ, നിനക്കെന്നേക്കും സർവമഹത്വം. ആമേൻ. ഹല്ലേലൂയ. അനുഗ്രഹീതമായ ഈ നല്ല പ്രഭാതത്തിൽ നമുക്ക് ഒരുമിച്ച് കർത്താവിനെ സ്തുതിക്കാം. വിശ്വാസത്തോടെ കരങ്ങൾ പഠിച്ചു. പരിശുദ്ധാത്മാവേ ഇറങ്ങി വരണമേ, എൻ ഹൃദയം നിറച്ചിടണമേ. യേശുവിനെ വെളിപ്പെടുത്താൻ എൻ ജീവിതം ഉപയോഗിക്കണമേ. തീ പോലെ എന്നിൽ ജ്വലിക്കണമേ, ജീവനദിയായി ഒഴുകണമേ. എൻ ചിന്തയും എൻ വാക്കുകളും നിനക്കായി മാത്രം വിശുദ്ധമാകണമേ. എൻ കൈകളായി
തുറക്കട്ടെ, എൻ ഹൃദയം നിനക്കായി തുറക്കട്ടെ, എന്നാളുകളെല്ലാം കർത്താവേ നിന്റെ മഹത്വം പാടിടട്ടെ. ക്രൂശിൻ സ്നേഹം നിറഞ്ഞൊഴുകട്ടെ, കൃപയുടെ വെളിച്ചം പരന്നിടട്ടെ, എൻ നടപ്പിലും എൻ ജീവിതത്തിലും ക്രിസ്തു മാത്രം കാണപ്പെടട്ടെ. ഹല്ലേലൂയ, ഉയർന്നിടട്ടെ, ആരാധന നിനക്കായി ഉയരട്ടെ. യേശുവേ നീ നിത്യപ്രത്യാശ, നിനക്കെന്നേക്കും സർവമഹത്വം. ആമേൻ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഈ പ്രഭാതത്തിൽ നമുക്ക് ഒരുമിച്ച് കർത്താവിനെ വീണ്ടും ആമേൻ സ്തുതിക്കാം. സകല മഹത്വത്തിനും സകല പുകഴ്ചയ്ക്കും സകല ആരാധനയ്ക്കും യോഗ്യനായിരിക്കുന്ന കർത്താവ് നന്ദിയോടെ ഈ പകൽ എത്ര പേർ സ്തുതിക്കുവാൻ കഴിയുന്നുണ്ട്? ഈ പകൽ ആ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയുന്നുണ്ട്? കർത്താവ് എന്നോട് ഇടപെടണമേ, എന്നെ ശക്തീകരിക്കണമേ, എന്നെ ബലപ്പെടുത്തണമേ എന്ന പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. സ്നേഹതീരം പ്രയർ ഫാമിലി അതിരാവിലെ തിരുസന്നിധി 11/7/2026 ശനിയാഴ്ച രാവിലെ 30 ദിവസത്തെ ആത്മീയ ഉണർവ് എന്ന പരമ്പരയുടെ 5-ാം ദിനത്തിൽ പരിശുദ്ധാത്മാവിനാൽ നിറയുന്ന ജീവിതം എന്ന വിഷയം ചിന്തിപ്പാനായി കർത്താവ് നമുക്ക് കൃപ നൽകുകയാണ്. ഈ ചിന്തയ്ക്ക് ധ്യാനത്തിന് ആധാരമായി അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 8-ാം വാക്യം വായിക്കും. അപ്പോസ്തല പ്രവൃത്തി 1:8. നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിൽ എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാകുമെന്ന് പറഞ്ഞു. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിച്ച് എന്റെ സാക്ഷികളാകും. പ്രിയ ദൈവമക്കളെ, ഈ പുതിയ പ്രഭാതത്തിൽ ദൈവത്തിന്റെ സന്നിധി നമ്മെ ഒരുമിച്ച് നിർത്തിയ കർത്താവിന് സകല മഹത്വവും അർപ്പിച്ചുകൊണ്ട് ആമേൻ. സ്വദേശത്ത് വിദേശത്ത് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ, കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ, ലോകരാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ പ്രഭാതത്തിൽ ഈ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിക്കുകയും അനേകർക്ക് അനുഗ്രഹപ്രദമാകത്തക്ക വിധത്തിൽ ഷെയർ ചെയ്യുകയും വരും ദിനങ്ങളിൽ ഈ സന്ദേശം ശ്രവിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഇരുന്നവനും ഇരിക്കുന്നവനും ആദ്യനും അന്ത്യനും അൽഫയും ഒമേഗയും വീണ്ടും വരുന്നവനുമായ നിസ്തുലനായ യേശു കർത്താവിന്റെ നാമത്തിൽ പ്രഭാത വന്ദനം അറിയിച്ചുകൊണ്ട് വായിക്കപ്പെട്ട തിരുവചന ധ്യാനിപ്പാനായി സമയം വേർതിരിക്കുകയാണ്. ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മെ ഒരുമിച്ച് നിർത്തിയ കർത്താവിന് ഒരിക്കൽ കൂടെ സകല മഹത്വം അർപ്പിക്കാൻ നമ്മുടെ കരങ്ങളെ ഉയർത്തി നന്ദിയോടെ സ്തോത്രം ചെയ്യാം. പലരും ദൈവത്തോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, കർത്താവേ, എനിക്ക് കൂടുതൽ ശക്തി വേണം. എന്നാൽ ദൈവം നമ്മെ ശക്തരാക്കുന്നത് നമ്മുടെ കഴിവുകൾ വർദ്ധിപ്പിച്ചല്ല, പരിശുദ്ധാത്മാവിനാൽ നിറച്ചാണ്. യേശു തന്റെ ശിഷ്യന്മാരെ ഉടനെ ലോകത്തിലേക്ക് അയച്ചില്ല.
ആദ്യം അവരോട് പറഞ്ഞത്, നിങ്ങൾ കാത്തിരിപ്പേ, കാരണം ആത്മാവിന്റെ നിറവില്ലാതെ ശുശ്രൂഷയ്ക്ക് സ്ഥിരതയില്ല. ഇന്നും നമ്മുടെ ജീവിതത്തിൽ അറിവുണ്ട്, അനുഭവമുണ്ട്, വർഷങ്ങളുടെ വിശ്വാസ ജീവിതമുണ്ട്. എന്നാൽ ഒരു ചോദ്യം ചോദിക്കണം, പരിശുദ്ധാത്മാവിന് എന്റെ ജീവിതത്തിൽ പൂർണ്ണ അധികാരമുണ്ടോ? പരിശുദ്ധാത്മാവ് ഒരനുഭവം മാത്രമല്ല, അവിടുന്ന് നമ്മുടെ ജീവിതത്തിന്റെ വഴികാട്ടിയാണ്. നാം ഓരോ ദിവസവും ഭക്ഷണം കഴിക്കുന്നത് പോലെ ആത്മാവിലും നിറയണം. ആമേൻ. ഇന്നലത്തെ അനുഭവം ഇന്നത്തേക്ക് അതേ മതിയാകില്ല. ഇന്നത്തെ കൃപ ഇന്ന് സ്വീകരിക്കണം. വചനവും പ്രാർത്ഥനയും ആരാധനയും ഇല്ലാതെ ജീവിതം വരണ്ടു പോകും. ഹല്ലേലൂയ. എന്നാൽ ദൈവസന്നിധിയിൽ നാം സമയം ചെലവഴിക്കുന്നവരെ കർത്താവ് ഒരിക്കലും അതേ ശൂന്യരായി വിടുകയില്ല. ദൈവം ഇന്ന് നമ്മോട് പറയുന്നത്, എന്റെ സാന്നിധ്യത്തിൽ വരിക, ഞാൻ നിന്നെ പുതുക്കും, ഞാൻ നിന്നെ ബലപ്പെടുത്തും, ഞാൻ നിന്നെ ഉപയോഗിക്കും. ഈ പ്രഭാതത്തിൽ ദൈവം നമ്മെ ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഈ പകലിൽ ദൈവം നമ്മെ ശക്തീകരിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഈ പകലിൽ നാം സഞ്ചരിക്കുന്ന ഗ്രാമങ്ങളിൽ, പട്ടണങ്ങളിൽ, രാജ്യങ്ങളിൽ അനേകർക്ക് ക്രിസ്തുവിനെ ദർശിക്കുവാൻ ഇടയാകത്തക്ക വിധത്തിൽ നമ്മെ ഉപയോഗിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ഓരോ വിശ്വാസിയും ഒരു സഭാംഗം മാത്രമല്ല, ക്രിസ്തുവിന്റെ ജീവനുള്ള സാക്ഷിയാണ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നിറഞ്ഞപ്പോൾ ഹല്ലേലൂയ പേടിച്ചിരുന്ന പത്രോസ് ധൈര്യത്തോടെ സുവിശേഷം പ്രസംഗിച്ചു. ഹല്ലേലൂയ. അതേ, ദൈവം ഇന്നും മാറിയിട്ടില്ല. നിങ്ങളുടെ വീട്ടിൽ, ജോലി സ്ഥലത്ത്, പഠന സ്ഥലത്ത്, സമൂഹത്തിൽ ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്ന ജീവിതമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഈ പ്രഭാതത്തിൽ നമുക്കൊരു തീരുമാനമെടുക്കാം. കർത്താവേ, എന്നെ പുതിയതായി നിറയ്ക്കണമേ. എന്റെ ജീവിതം അവിടുത്തെ മഹത്വത്തിനായി ഉപയോഗിക്കണമേ. ഹല്ലേലൂയ. ഈ പ്രഭാതത്തിൽ, ഈ കൂട്ടായ്മയിൽ, ഈ പ്രാർത്ഥനയിൽ ആത്മാർത്ഥമായി നിങ്ങൾ പങ്കാളിത്തം വഹിക്കുന്നുവെങ്കിൽ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ തുടക്കം നൽകുവാനിടയാകും. നിങ്ങളുടെ ഭയം ധൈര്യമായി മാറും. നിങ്ങളുടെ കണ്ണുനീർ സാക്ഷ്യമായി മാറും. നിങ്ങളുടെ ക്ഷീണം ആത്മീയ ശക്തിയായി മാറും. വിശ്വസിക്കുന്നവർ ആ കരങ്ങളെ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ദൈവം നമ്മെ രക്ഷിച്ചതിന്റെ ലക്ഷ്യം സ്വർഗത്തിലെത്തിക്കുക എന്നത് മാത്രമല്ല, ഭൂമിയിൽ ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്ന ജീവിതം നയിക്കുവാനാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നപ്പോൾ ആദ്യം മാറിയത് സാഹചര്യമല്ല, മനുഷ്യരാണ്. അതുവരെ അടഞ്ഞ വാതിലുകൾക്കുള്ളിൽ ഭയത്തോടെ കഴിഞ്ഞിരുന്ന ശിഷ്യന്മാർ പരിശുദ്ധാത്മാവിന്റെ നിറവിന് ശേഷം തുറന്ന തെരുവുകളിൽ യേശുവിനെ പ്രസംഗിച്ചു. അതിന്റെ അർത്ഥം എന്താണ് പ്രിയരെ? പരിശുദ്ധാത്മാവ് നമ്മുടെ പുറം സാഹചര്യങ്ങളെക്കാൾ മുമ്പ് നമ്മുടെ ഉള്ളിലെ മനുഷ്യരെ ശക്തീകരിക്കുന്നു. അതുകൊണ്ടാണ് ഇന്ന് ദൈവം ആദ്യം നിങ്ങളുടെ ഹൃദയത്തെ സ്പർശിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ചിലർ പറയുന്നു, എനിക്ക് സമാധാനമില്ല, എനിക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയുന്നില്ല, ഞാൻ വളരെ ക്ഷീണിച്ചിരിക്കുന്നു. ഇന്ന് പരിശുദ്ധാത്മാവ് പറയുന്നതാ, നിന്റെ ബലഹീനതയിൽ എന്റെ ശക്തി തികയുന്നു. ഹല്ലേലൂയ. ദൈവം ശക്തരായവരെ മാത്രം ഉപയോഗിക്കുന്നില്ല, അവൻ ദൈവത്തെ ആശ്രയിക്കുന്നവരെയാണ് ഉപയോഗിക്കുന്നത്. ഈ പ്രഭാതത്തിൽ എത്ര പേർ ഈ ദൈവത്തെ ആശ്രയിക്കും? ഹല്ലേലൂയ. അതേ, ചിലർ കുതിരകളിലും രഥങ്ങളിലും ആശ്രയിക്കുന്നു, ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായ യഹോവയിൽ ആശ്രയിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. എഫേസ്യ ലേഖനം 5-ാം അധ്യായം അതിന്റെ 18-ാം വാക്യം ഇപ്രകാരം പറയുന്നു, ഹല്ലേലൂയ, പരിശുദ്ധാത്മാവിനാൽ നിറയുവീൻ. വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, അതിനാൽ ദുർനടപ്പുണ്ടാകുമല്ലോ. ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയഗീതങ്ങളാലും
തമ്മിൽ സംസാരിച്ച് നിങ്ങളുടെ ഹൃദയങ്ങളെ പരിശുദ്ധാത്മാവിനാൽ നിറയുവേ. ആമേൻ. ഇതൊരു നിർദ്ദേശമല്ല, വിശ്വാസിയുടെ ജീവിതത്തിലുള്ള ആമേൻ ഒരു വിളിയാണ്. ഹല്ലേലൂയ. ഒരു വാഹനം ഇന്ധനമില്ലാതെ ഓടാത്തതുപോലെ പരിശുദ്ധാത്മാവിന്റെ നിറവില്ലാതെ ആത്മീയ ജീവിതം മുമ്പോട്ട് പോകുകയില്ല. അതിനാൽ എല്ലാ ദിവസവും നമുക്ക് പറയാം, കർത്താവേ ഇന്നും എന്നെ നിറയ്ക്കണമേ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനാൽ നിറയുന്ന ജീവിതത്തിൽ ചില അടയാളങ്ങൾ കാണും. ഒന്നാമത് വചനത്തോടുള്ള സ്നേഹം വർദ്ധിക്കും. ആമേൻ. രണ്ടാമത് പ്രാർത്ഥന ഭാരമല്ല, സന്തോഷമാകും. മൂന്നാമത് പാപത്തോട് വിട്ടുവീഴ്ച ചെയ്യാൻ മനസ്സനുവദിക്കുകയില്ല. നാലാമത് മറ്റുള്ളവരെ സ്നേഹിക്കാനുള്ള ഹൃദയം വിശാലമാകും. അഞ്ചാമത് കഷ്ടതകളിലും പ്രത്യാശ ആമേൻ നഷ്ടപ്പെടുകയില്ല. ആമേൻ. ഗലാത്യ ലേഖനം 5-ാം അധ്യായം 22, 23 നമ്മെ ഓർമ്മിപ്പിക്കുന്നു പരിശുദ്ധാത്മാവിന്റെ ഫലം. ആമേൻ. അതേ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മനിയന്ത്രണം. ആമേൻ. ഹല്ലേലൂയ. ഈ കാര്യങ്ങൾ ആമേൻ പുസ്തകത്തിൽ നിന്ന് വായിക്കാൻ മാത്രമല്ല, അത് ജീവിതത്തിൽ വെളിപ്പെടുത്തുവാനാണ്. നമ്മുടെ സ്വഭാവത്തിൽ അത് ആമേൻ വെളിപ്പെടുത്തുവാനാണ്. ഇന്ന് ദൈവം നിങ്ങളെ വിളിക്കുന്നത് ഒരു നല്ല ക്രിസ്ത്യാനിയാകാൻ മാത്രമല്ല, ക്രിസ്തുവിന്റെ ജീവനുള്ള സാക്ഷികൾ ആകാനാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങളുടെ കുടുംബം നിങ്ങളിലൂടെ യേശുവിനെ കാണട്ടെ. നിങ്ങളുടെ ജോലി സ്ഥലത്ത് നിങ്ങളുടെ സത്യസന്ധതയിലൂടെ യേശു വെളിപ്പെടട്ടെ. നിങ്ങളുടെ വാക്കുകളിലൂടെ കൃപയൊഴുകട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനയിലൂടെ മറ്റുള്ളവർക്ക് പ്രത്യാശ ലഭിക്കട്ടെ. ഈ പ്രഭാതത്തിൽ കർത്താവ് നിങ്ങളുടെ ജീവിതത്തെ പുതുക്കുവാൻ ആഗ്രഹിക്കുന്നു. ആമേൻ. എന്നോട് ചേർന്ന് ഇപ്രകാരം പറഞ്ഞാട്ട്, പരിശുദ്ധാത്മാവേ എന്റെ ജീവിതം നിറയ്ക്കണമേ. ഞാൻ അങ്ങയുടെ ഉപകരണമാകട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ദൈവം നമ്മെ രക്ഷിച്ചതിന്റെ ലക്ഷ്യം സ്വർഗത്തിൽ എത്തിക്കുക ആമേൻ എന്ന് മാത്രമല്ല, ഭൂമിയിൽ ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്ന ജീവിതം നയിക്കുവാനാണ്. അപ്പോസ്തല പ്രവർത്തകർ 2-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നപ്പോൾ ആദ്യം മാറിയത് സാഹചര്യമല്ല. ഹല്ലേലൂയ. ഇന്ന് പ്രഭാതത്തിൽ എത്ര പേർ ദൈവകരങ്ങളിൽ തങ്ങളെ തന്നെ വിധേയപ്പെട്ടു? ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ എന്നെ നിറയ്ക്കണം. അവിടുത്തെ സാന്നിധ്യം ഈ പകൽ അനുഭവിക്കാൻ ഇടയാക്കണം. പ്രിയ ദൈവമക്കളെ, ഇന്നത്തെ വചനം കേട്ട ശേഷം നാം ഒരു ചോദ്യം നമ്മുടെ ഹൃദയത്തോട് ചോദിക്കണം. ഞാൻ യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു ജീവിതമാണോ ജീവിക്കുന്നത്? സഭയിൽ പോകുന്നത് നല്ലതാണ്, ബൈബിൾ വായിക്കുന്നത് നല്ലതാണ്, പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. എന്നാൽ ഇവയെല്ലാം നമ്മെ ഒരു ലക്ഷ്യത്തിലേക്കാണ് നയിക്കേണ്ടത്. ക്രിസ്തുവിനെ കൂടുതൽ അറിയുവാൻ, അവിടുത്തെ സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ ദൈവം ഇന്ന് നിങ്ങളെ കുറ്റപ്പെടുത്തുവാനല്ല ആഗ്രഹിക്കുന്നത്. അവിടുന്ന് നിങ്ങളെ ഉയർത്താനാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ എത്ര പ്രാവശ്യം വീണിട്ടുണ്ടെങ്കിലും ഇന്ന് യേശു നിങ്ങളെ കൈപിടിക്കുന്നു. നിങ്ങൾ എത്ര നാളായി കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിലും ദൈവം നിങ്ങളുടെ കണ്ണുനീർ കാണുന്നുണ്ട്. നിങ്ങൾ മനുഷ്യരാൽ മുറിവേറ്റപ്പെട്ടിരിക്കുകയായിരിക്കാം, പക്ഷെ ദൈവം നിങ്ങളെ മറന്നിട്ടില്ല. ഇന്ന് നിങ്ങളുടെ ഹൃദയത്തിന്റെ വാതിൽ യേശുവിന് തുറന്നു കൊടുക്കൂ. പരിശുദ്ധാത്മാവിന് പൂർണ്ണമായ സ്ഥാനം നൽകൂ. ക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ വാഴുമ്പോൾ നിങ്ങളുടെ ജീവിതം മാറും, നിങ്ങളുടെ കുടുംബം മാറും, നിങ്ങളുടെ പ്രാർത്ഥന മാറും, നിങ്ങളുടെ സംസാരവും ചിന്തകളും മാറും. അപ്പോൾ നിങ്ങൾ ഒരു വിശ്വാസി മാത്രമല്ല, ദൈവത്തിന്റെ മഹത്വം വഹിക്കുന്ന ഒരു പാത്രമായി തീരും. ഇപ്പോൾ എല്ലാവരും കണ്ണുകളെ അടയ്ക്കുക.
രണ്ട് കൈകളും കർത്താവിലേക്ക് ഉയർത്തുക. ഹൃദയത്തിൽ നിന്ന് യേശുവിനെ വിളിക്കുക. കർത്താവേ, ഞാൻ അങ്ങേ ആഗ്രഹിക്കുന്നു. സ്നേഹവാൻ പരിശുദ്ധനും നീതിമാനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ പ്രഭാതത്തിൽ അവിടുത്തെ സന്നിധിയിൽ ഞങ്ങളായിരിക്കുന്നു. ഈ ലൈവിൽ പങ്കെടുത്തിരിക്കുന്ന ഓരോ അങ്ങയുടെ മക്കളെയും അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഇപ്പോൾ ഓരോ വീടുകളിലേക്കും ഓരോ ജീവിതങ്ങളിലേക്കും ഇറങ്ങി വരണമേ. പരിശുദ്ധാത്മാവേ, ഓരോ ഹൃദയത്തെയും സ്പർശിക്കണമേ. തകർന്ന മനസ്സുകളെ സൗഖ്യമാക്കണമേ. നിരാശയുടെ ആത്മാവ് യേശുവിന്റെ നാമത്തിൽ വിട്ടുപോകട്ടെ. ഭയത്തിന്റെ ബന്ധനങ്ങൾ ഇപ്പോൾ പൊട്ടിപ്പോകട്ടെ. അശാന്തി ആമേൻ സമാധാനമായി മാറട്ടെ. ക്ഷീണം ശക്തിയായി മാറട്ടെ. കണ്ണീർ സാക്ഷ്യമായി മാറട്ടെ. അടഞ്ഞിരിക്കുന്ന വാതിലുകൾ തുറക്കപ്പെടട്ടെ. തടഞ്ഞു നിൽക്കുന്ന അനുഗ്രഹങ്ങൾ ഒഴുകി വരട്ടെ. പ്രാർത്ഥനയ്ക്ക് ഉത്തരങ്ങൾ ലഭിക്കട്ടെ. രോഗികളെ സ്പർശിക്കണമേ. യേശുവിന്റെ നാമത്തിൽ സൗഖ്യം വെളിപ്പെടട്ടെ. കുടുംബങ്ങളിൽ ഐക്യം ഉണ്ടാകട്ടെ. ഭർത്താവും ഭാര്യയും തമ്മിലുള്ള സ്നേഹം പുതുക്കപ്പെടട്ടെ. മക്കൾ കർത്താവിലേക്ക് തിരിയട്ടെ. വീടുകളിൽ പ്രാർത്ഥനയുടെ അഗ്നി വീണ്ടും ജ്വലിക്കട്ടെ. സഭകളിൽ ആത്മീയ ഉണർവുണ്ടാകട്ടെ. സുവിശേഷത്തിന് വേണ്ടി പുതിയ വാതിലുകൾ തുറക്കപ്പെടട്ടെ. നിരവധി ആത്മാക്കൾ യേശു ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിക്കട്ടെ. കർത്താവേ, ഞങ്ങളുടെ ജീവിതം അങ്ങയുടെ മഹത്വത്തിന്റെ പ്രദർശനശാലയാക്കണമേ. ഞങ്ങൾ പോകുന്നിടത്തെല്ലാം ക്രിസ്തുവിന്റെ സൗരഭ്യ വാസനയായി തീരട്ടെ. ഞങ്ങൾ സംസാരിക്കുമ്പോൾ പ്രത്യാശ ജനിക്കട്ടെ. ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ വിടുതലുണ്ടാകട്ടെ. ഞങ്ങൾ സാക്ഷ്യം പറയുമ്പോൾ ആത്മാക്കൾ രക്ഷിക്കപ്പെടട്ടെ. ഈ പകലിൽ അസാധാരണമായ ദൈവിക ഇടപെടലുകൾ കാണുവാൻ ഞങ്ങളെ യോഗ്യരാക്കണം. ഞങ്ങൾ ചോദിച്ചതിനും നിരൂപിച്ചതിനും അത്യന്തപരമായി പ്രവർത്തിക്കുന്ന ദൈവമേ, അങ്ങയ്ക്ക് സകല മഹത്വവും സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണം അൻപുള്ള പിതാവേ. ആമേൻ, ആമേൻ. ഇരു കരങ്ങളും അടിച്ച് നന്ദിയോടെ കർത്താവിന് മഹത്വം കൊടുക്കുക. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ഷിജു ജോസ്, സ്നേഹതീരം പ്രയർ ഫാമിലി, മാറാനാഥ. ദൈവം അനുവദിച്ചാൽ രാവിലെ 10 മണിക്ക് ഉപവാസത്തോടും പ്രാർത്ഥനയോടും ദൈവവചന ശുശ്രൂഷയോടും കൂടെ ഈ പ്ലാറ്റ്ഫോമിൽ കടന്നു വരുവാൻ ആഗ്രഹിക്കുന്നു. സാഹചര്യം സന്ദർഭവും ഉള്ളവർ കൂടി വരിക. ദൈവമായ കർത്താവ് എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. See you. രാത്രി 8:30 വീണ്ടും നമുക്ക് ഒരുമിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം. See you.